ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് തന്നെ ഒരു സ്മോൾ ഡെയറി പ്രോഡക്റ്റ് ബിസിനസ് നമ്മുടെ വീട്ടിൽ തുടങ്ങാം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് കർഷകരുണ്ട്. അപ്പം അവർ ഒരു പാല സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്നതിന് പുറമെ അവർക്ക് തന്നെ പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാം. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. ചെറിയ രീതിക്ക് തന്നെ തുടങ്ങുക. ഒരു 1-2 പ്രൊഡക്റ്റുകൾ എടുക്കുക. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു 1-2 പ്രൊഡക്റ്റുകൾ എടുക്കുക. ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പം തൈര്, പനീർ, ബട്ടർ, ഗീ, പിന്നെ ഫ്ലേവേർഡ് മിൽക്ക്, ഐസ്ക്രീം, ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം അത് നല്ല ഹൈ ഡിമാൻഡും ഉള്ളതും പിന്നെ ഈസി ടു മേക്ക് പ്രോഡക്ട്സും നമ്മൾ മൈൻഡിൽ കൊണ്ടുവരിക. സെക്കൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യുക. അതായത് ഒരു ലോക്കൽ ട്രേഡ് ലൈസൻസോ MSME രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ FSSAI ഫുഡ് ലൈസൻസ്, അതായത് നമ്മളിപ്പം ഫുഡ് ഐറ്റംസ് ഒക്കെ സെല് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ FSSAI ഫുഡ് ലൈസൻസ് നമ്മൾ എടുക്കണം. പിന്നെ ഹൈജീനിക് സ്റ്റാൻഡേർഡ്സ് എല്ലാം സ്ട്രിക്ട്ലി മെയിൻറ്റൈൻഡ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ ക്വാളിറ്റി ആയിരിക്കണം നമ്മുടെ USP. പിന്നെ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ, അതാണ് അറേഞ്ച്മെന്റ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് ഇൻഗ്രീഡിയൻസ്. അതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ്. ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. ബ്ലെൻഡർ, ഇപ്പോൾ ചീസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചീസ് പ്രസ്, പിന്നെ മിൽക്ക് തിളപ്പിക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ, തൈര് ഫെർമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ, അതെല്ലാം അറേഞ്ച് ചെയ്യുക. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമുക്ക് വരുന്നത് ശുദ്ധമായ പാല്, സ്റ്റാർട്ടർ കൾച്ചേഴ്സ്, ബട്ടർ, ക്രീം, ഫ്ലേവറിങ്, ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം തന്നെ ചെറിയ രീതിക്കുള്ള ബാച്ച് പ്രൊഡക്ഷൻ, സ്മോൾ ബാച്ച് പ്രൊഡക്ഷൻസ് ചെയ്യുക, നമ്മൾ ആ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് ആണ് നമ്മൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് കണ്ടുപിടിക്കണം. അതായത് ലോക്കൽ ഹോംസ്, നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാം. പിന്നെ ഓൺലൈൻ ഡെലിവറി നോക്കാം. പിന്നെ അല്ലെങ്കിൽ ചെറിയ സ്മോൾ ഷോപ്സും ടീ ഷോപ്സ്, ചായക്കടകളൊക്കെ ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. പിന്നെ ഫ്രഷ് ഹോം മെയ്ഡ് കെമിക്കൽ ഫ്രീ പ്രോഡക്ട്സ് ആണ് എന്നുള്ള ലേബലിൽ ഹൈലൈറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുക, പിന്നെ പ്രോഫിറ്റ് മാർജിൻ സെറ്റ് ചെയ്യുക എന്നതാണ്. പ്രൈസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് പാല്, പിന്നെ അടുത്ത പല ഇൻഗ്രീഡിയൻസ്, പിന്നെ പാക്കേജിങ് മെറ്റീരിയൽ, ഡെലിവറിക്ക് വേണ്ടിയുള്ള ഓപ്ഷൻസ്, അതിന്റെ എല്ലാം കോസ്റ്റ് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. പ്ലസ് അതിന് പുറമെ ഒരു പ്രോഫിറ്റ് മാർജിനും കൂടി ഇടുക. അതായിരിക്കണം നമ്മുടെ പ്രോഫിറ്റ്. ഒരു 30-50% പ്രോഫിറ്റ് മാർജിനിൽ നമ്മുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്തതാണ് പാക്കേജിങ് ആൻഡ് ബ്രാൻഡിങ്. ഫസ്റ്റ് നമുക്ക് ക്ലീൻ ജാർസോ, സീൽഡ് ആയിട്ടുള്ള ബാഗ്സോ, കപ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ലേബിൾ തന്നെ കൊടുക്കാം. അതായത് അതിൽ പ്രൊഡക്റ്റിന്റെ നെയിമും